മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ, ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ, ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. ഹൃദയങ്ങൾ ഉണരും നിറദീപം തെളിയുമ്പോൾ, ഹൃദയങ്ങൾ ഉണരും നിറദീപം തെളിയുമ്പോൾ, ഈ അൽത്താരയിലൻ മനമിന്നൊരു നവസൂനം, ഈ അൽത്താരയിലൻ മനമിന്നൊരു നവസൂനം. മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ, ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. പാപങ്ങൾ അകലും തിരുനിണമൊഴുകും നേരം, പാപങ്ങൾ അകലും തിരുനിണമൊഴുകും നേരം, തിരുവുദ്ധാനമിതാ ബലിവേദിയിൽ കാണാം, തിരുവുദ്ധാനമിതാ ബലിവേദിയിൽ കാണാം. മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ, ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. യേശുവിലെ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് ജോൺ ബെർഗ്മൻസ് തിരുനാൾ ആഘോഷിക്കും. അൾത്താരമാലന്മാരുടെ മധ്യസ്ഥനാണ്. കുരിശും ബൈബിളും ജപമാലയും കൈകളേന്തിക്കൊണ്ട് വലിയ മാതൃകയായി തീരുന്ന വിശുദ്ധ. നമ്മൾ അൾത്താരോട് ചേർന്ന് ദൈവത്തിൻ്റെ അൾത്താരുടെ ഒപ്പമായിരുന്നു അൾത്താരയിൽ പ്രാർത്ഥിച്ചു ബലിയർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ പരിശുദ്ധമായ ബലി പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് പത്രോസിലേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ശ്രമിക്കണം? 7 പ്രാവശ്യം മതി. യേശുവിനെ 7 70 പ്രാവശ്യം. അവിടുന്ന് 10,000 താലന്ത് കടം കൊടുത്ത ഒരു മനുഷ്യന് അത് വീട്ടുവാൻ പറയുകയും അവൻ പറയുന്നു, യജമാനെ ഞാൻ തന്നുകൊള്ളാം, സാവകാശം തരിക. ആ യജമാന് 10,000 താലന്ത് കടം കൊടുത്ത വ്യക്തിക്ക് സാവകാശം കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ 100 ധനാറ തരാനുണ്ട്. തൻ്റെ സഹവൃത്തിനോട് ചോദിക്കുന്നു പൈസ തരാൻ. അവൻ പറഞ്ഞു, എനിക്ക് സാവകാശം തരിക. അതിൽ 10,000 താലന്ത് കടം കൊടുത്ത മേടിച്ച മനുഷ്യൻ തനിക്ക് 100 ധനാറ് തരാൻ ഉള്ള വ്യക്തിയോട് ഒരു പരിഗണന കാരുണ്യം കാണിച്ചത്. ആ 100 ധനാറിനുള്ള വ്യക്തിയെ കാരാഗ്രഹപ്പെടുത്തി. ഇതറിഞ്ഞ യജമാനും സഹവൃത്തിന്മാരും എല്ലാം 10,000 താലന്ത് കടം വാങ്ങിച്ച ആ മനുഷ്യനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ദൈവം നമ്മോട് കരുണ കാണിക്കണം. പല രീതിയിൽ പല വ്യക്തികളുടെ ദൈവം കാരുണ്യം കാണിക്കുമ്പോൾ അതിനേക്കാൾ കാരുണ്യവും സ്നേഹവും മറ്റുള്ളവർ കാണിക്കാൻ കടപ്പെട്ടിരിക്കണം. ഈ പരിശുദ്ധമായ ഭക്തിയോടെ വിശുദ്ധിയർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം കാണിക്കുവാൻ എന്തെങ്കിലും അടിയോ അസ്വസ്ഥത വന്നിട്ട് മാപ്പ് അപേക്ഷിക്കാം. ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനായി ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമാവിധം റോയി കർത്തയായിരിക്കും. അഗസ്റ്റിൽ ഹുസൈൻ, അജിത് നിഷ, ജവാന ജവാക്കി, സുബി ജോർജ്, സസിൽ ജോൺ തിരുനാൾ, ഗാസ്പർ ബീന, മൊയ്ബിൻ, അനീറ്റ അമേയ, കെവിൻ, അലീന, റോയി പ്രത്യേകമാവിധം മലപ്പറമ്പിൽ, ഗാസ്പർ ബീന, ഫിളിസി ആന്റണി, ബേസിൽ ബെഞ്ചമിൻ, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മെൽ, ഡോക്ടർ വിൻസ്റ്റൺ, സജി മാത്യു, ഡോക്ടർ എമിൽ ജോസ്,
ജിനു, സനാസ്, സന്ദീപ്, ബിബിൻ, സുജ, എൽസീഷ, ജോ പരേര, ആഷിൽ ലോറൻസ്, നിക്സ് ആൻഡ് ജോർജ്, ഫെദിയ ജോ, മിഗേൽ അന്ന, ഇലിയാമ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീനു ജോർജ്, ഗ്ലാഡിസ് ക്ലീറ്റസ്, ദിവ്യ, സാബു, ടാനിയ പോൾ, ശോഭന മണി, സന്ധ്യ മഞ്ജു, സുസ്മിത നവോമി, തനുഷ്ക, ആശ ഹാരിസ്, അനുമാൻ നസ്ര, തോമസ്, ഷെർലി, ഷാഷീൻ, നെൽസ, ഷൈന, നടാശ, ജ്യോതിനികിത. മരണമടഞ്ഞ എല്ലാവരെയും, പ്രത്യേകിച്ച് ശുദ്ധികര സന്മാക്കളെയും, ഡാനിയൽ, ഔസോമറിയം, ഉച്ചുവറുത്, സബീർത്ത്, ദേവസ്യക്കുട്ടി, വിരോണി, പത്രോസ്, ഔസക്കുട്ടി, തോമസ്, സബീർത്ത്, ലിബോറിയസ്, പ്രത്യേകമാവിധം മരണമടഞ്ഞ എല്ലാവരെയും ഈ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും, ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഓരോ കുടുംബ നിയോഗങ്ങളെയും, ഓരോ വ്യക്തികൾ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ വരഞ്ഞത് ഒരുമിച്ച് വെച്ചുമെല്ലാം സർവശക്തനായ ദൈവത്തോട്, സഹോദരനെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്തായ വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ ഇതിനെയായ വിശുദ്ധ മറിയത്തോട്, എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോട്, സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവിൽ ഉത്ബോധനായി ഞങ്ങൾ അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രരുടെയും ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണം. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. പകൽ സമയം അവർ കാണുക തന്നെ പുറപ്പെടുക. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിനു വേണ്ട ബണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണുക തന്നെ പുറപ്പെടുക. പ്രവാസിയെപ്പോലെ സ്വന്തം സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കാം. നിന്റെ ബണ്ഡം പ്രവാസത്തിനുള്ള ബണ്ഡമെന്ന പോലെ പകൽ സമയം അവർ കാണുകെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവനെ പോലെ നീ സായംകാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം. അവർ കാണുകെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റ് ഇരുട്ടത്ത് പുറത്തു കടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള ഭാണ്ഡം എന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായംകാലത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ ഭിത്തി തുരന്ന് ഭാണ്ഡം തോളിലേറ്റി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്ക് ഒരടയാളമാണ്. നീ ഇത് ചെയ്തതുപോലെ അവർക്ക് സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക. അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡം തോളിലേറ്റ് ഇരുട്ടത്ത് പുറപ്പെടും. അവൻ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നു പോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഇസ്രായേൽക്കാർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്നകന്ന് അവിശ്വസ്തമായി പെരുമാറി. ഞാൻ അയഞ്ഞ വില്ല് പോലെ വഴുതി മാറി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയയിലാക്കുകയും ദൈവം ഇത് കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിലും ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. യേശു ചെയ്തു 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച രാജാവിനെ ചോദിച്ചു. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവനവൻ്റെ മുന്നിൽ കൊണ്ടുപോയി. അവനത് വീട്ടുവാൻ നിർവാഹമില്ലാതുകൊണ്ട് അവനെയും ഭാര്യയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വെച്ച് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് വലിച്ചപ്പോൾ, എന്നോട് ക്ഷമിക്കണം, എന്നെല്ലാം തന്നു വീട്ടിക്കൊള്ളും. ആ സേവകൻ യജമാനൻ മനസ്സറിഞ്ഞ് അവനെ വിട്ടടയ്ക്കുകയും കടം ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാറ് നൽകാനുണ്ടായിരുന്നു. തൻ്റെ സഹഭൃത്യന്മാരിൽ ഒരാളെ കണ്ടുപിടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ള തന്നില്ല. അപ്പോൾ ആ സഹസേവകൻ അവന് കേണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, എന്നെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീടുന്നവരെ ആ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിൽ അടച്ചു. സംഭവിച്ചതെല്ലാം മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ട് അവർ ചെന്ന് നടന്ന എല്ലാം യജമാനെ അറിയിച്ചു. യജമാനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടസേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളവ് ചെയ്തു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിന്റെ സഹോദരനോട് സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നു. യജമാനെ കോപിച്ച് കടം മുഴുവനും വീട്ടുന്നവരെ അവരെ കാരാഗ്രഹ അധികാരികൾക്ക് ഏൽപ്പിച്ചു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലായെങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ വാക്കുകൾ അവസാനിച്ച ശേഷം യേശു ഗലീല വിട്ട് ജോർദാന്റെ അക്കരെ യൂദയായിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ ജീവന്റെ മനുഷ്യനുമായി ജീവിത താലമിതാ. കനിയൂ സ്നേഹപിതാവേ, കാരുണ്യനാഥാ, നിറമിഴിയോടെ നിൻ തിരുസന്നിധിയിൽ നൽകിയിടുക എന്നും നിർമ്മലമായൊരു ജീവിതം നിൻ തിരുകൃപയാ നാഥ. സ്നേഹം നല്ലവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ,
അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങേ കാരുണ്യപുരം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി മാറ്റുകയും ചെയ്യുന്ന അങ്ങേക്ക് സഭയുടെ കാഴ്ചകൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് ഹൃദയങ്ങൾ ഉയർത്തും. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരും അങ്ങേക്കലും കൃതജ്ഞത അർപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ സൃഷ്ടിക്കപ്പെടവേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരണത്താൽ വീണ്ടെടുത്തു. ആകയാൽ ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു. അധീശന്മാർ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും ചേർന്ന് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകിടങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കും. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനങ്ങൾ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു. സമരസാൽ പീഡക സഹിച്ച അപ്പമെടുത്ത പിതാവായ അങ്ങേക്ക് കൃത പ്രകാശിപ്പിച്ചു തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരച്ചു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അപ്രകാരം തന്നെ അത്താഴ കഴിഞ്ഞ് പാനപാത്രം വീണ്ടും അങ്ങേക്ക് ഇന്ന് പ്രകാശിപ്പിച്ചു തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വെച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിലേക്ക് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തന്നെ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിൽ പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർക്കട്ടെ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയോട് ഞങ്ങളെ ഫ്രാൻസിസ് മാപ്പായിക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്കും അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ മത്രാന്മാരും വൈദികർ സന്യാസികൾ ആത്മാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണരത്തികൾ ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് വീസ ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ ഈ ലോകത്ത് മലമുള്ള എല്ലാവരെയും സ്വർഗസമയം സ്വീകരിക്കുന്നു. ജന്മദിനം ഓർക്കുന്നവയും വിവാഹ വാർഷികത ഓർമ്മിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും ബേസിൽ, ബെഞ്ചമിൻ, മോളി, അശോക്, രശ്മി, അജു, ഈ കുടുംബത്തെ മറ്റെല്ലാവരുടെയും നിയോഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ അനേകാവനേക്കാം ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സൗടെ മധ്യസ്ഥ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധനാണ് അപ്പസ്തലത്തോടും എല്ലാ വിശുദ്ധരുമത്തിൽ എന്തെങ്കിലും പങ്കുചേരും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കരങ്ങൾക്കൊപ്പം ഈ തൃത്വ ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കാം. ആമേൻ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ശേഷം പഠിപ്പിച്ച പ്രാർത്ഥനയുമെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ അങ്ങയുടെ നാമത്തിൽ അങ്ങ് രാജ്യം വരണമേ,
അങ്ങേയത്തെ സുഹൃത്തിലെയും പോലെ ബഹുമാനമാകണമേ. അന്ന് വേണ്ട കാര്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ ശ്രമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവിൽ എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷകളും അങ്ങേ കരുണയെ സഹായത്തിൽ ഞങ്ങളെല്ലാവരും ശക്തി വളർച്ച ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതനാവുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുകയാണ് എന്നും ജീവിക്കുകയും പാടുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കണം. ദിവ്യ കുഞ്ഞാടിനെ ക്ഷണിക്കപ്പെടാൻ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അരൂപിയാൽ എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. നാഥ, ഹൃദയത്തിൻ തന്ത്രികളിൽ ഉണർത്തേണമേ നിൻ മധുരഗീതം. നീറും മാനസമാമരുഭൂമിയിൽ ഒഴുക്കേണമേ നിൻ ജീവജലം. നാഥ, ഹൃദയത്തിൻ തന്ത്രികളിൽ ഉണർത്തേണമേ നിൻ മധുരഗീതം. നീറും മാനസമാമരുഭൂമിയിൽ ഒഴുക്കേണമേ നിൻ ജീവജലം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട ഈ ദിവ്യപ്രകാശം സ്വീകരിക്കണം. ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിത്യയാം കന്യതൻ വല്ലഭൻ നീ, സർവേശസൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത പാരിതിൽ നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്ത പിതാവ്, ദൈവജനനയുടെ രക്തഭർത്താവുമായ യേശുപിതാവിനെ കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മന മധ്യസ്ഥമായി അങ്ങനത്തെ സമയത്ത് നൽകിയും ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ. നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവസരപിതാലയം സമർപ്പിച്ച് കരങ്ങൾ കൂപ്പി ഒരുമിച്ച് ഏറ്റുമല്ല ഭാഗ്യപ്പെട്ട അങ്ങിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിഷയങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ
അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകൾ കരങ്ങൾ കോപ്പി കണ്ണുകൾ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഏറ്റവും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യോദരം ചെയ്ത ദൈവജനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിരുമുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നീക്കാമേ. ദൈവത്തിൻ തിരുസുധനെ പോറ്റി വളർത്തിയ താത പിഞ്ചുകിടാങ്ങള ഞങ്ങളനാദരായി കേഴും നീ കണ്ണീരിൻ താഴ്വരയിൽ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 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 കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പിതാവിനെ തിരഞ്ഞെടുക്കാൻ മനസ്സിലായതേമേ. ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങളുടെ വിശുദ്ധൻ സ്വർഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥാനിക കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായ കർത്താവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലാപങ്ങൾക്കൊക്കെയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രനെ വളർത്ത പിതാവായ അവസ്ഥപിതാവിനെ മധ്യസ്ഥാനിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാം ഹൃദയ സമാധാനം സ്വർഗീയാനിക്കും ശാരീരിക പ്രാവശ്യം അങ്ങേക്ക് നന്ദി പറയുന്നതായിട്ടുണ്ട്. ഏറ്റവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവ സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നേശുവേ ശാന്തശീലന എന്നേശുവേ എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാമൻ യേശുവേ ശാന്തശീലനാമൻ യേശുവേ. നീ ശാന്തനാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനം ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തതയുടെ, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും പറ്റാത്തവരുടെമായി സ്വയം ദിവ്യകാരുണ്യമായി തിരുവോസിയായി അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിരിക്കുന്നു. ഈശോയെ അങ്ങയെ മുഖാമുഖം കാണുന്നു. അങ്ങയെ കാണുന്നവർ പിതാവിനെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ കാണുന്നവർ പിതാവായ ദൈവത്തിലേക്ക് വരും. ഈശോ കർത്താവേ, പിതാവിനെയും പരിശുദ്ധാരൂപിയെ കാണുവാൻ ഞങ്ങൾക്ക് വെളിച്ചമായി, പ്രകാശമായി, കാരുണ്യമായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിക്കുക. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാ മക്കളും അനുഗ്രഹിക്കണമേ. സൗഖ്യം നൽകണമേ യേശുവേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധങ്ങൾ അഴിയട്ടെ. വിശുദ്ധിയെല്ലാം വിട്ടുമാറട്ടെ. കൈകാൽ മറിയെ പോവാല്ലേ, നടുവേന മാറ്റേ. ഈശോയുടെ നാമത്തിൽ സൗഖ്യം ലഭിക്കട്ടെ. കർത്താവായ ഈശോയെ, എല്ലാ ക്യാൻസർ രോഗികളും, എല്ലാ ഹൃദ്രോഗികളും, എല്ലാ കിഡ്നി രോഗികളെയും കർത്താവായ ഈശോയെ, സ്ട്രോക്ക് ബാധിച്ച് അളന്നുപോയ രോഗികളെയും കർത്താവായ ഈശോയെ, എല്ലാ മക്കളെയും വിവാഹത്തിൽ ഒരുക്കുന്ന എല്ലാ വിവാഹങ്ങൾ അനുഗ്രഹിക്കും. കർത്താവായ ഈശോയെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബസമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദേശായിരിക്കുന്നവരെ, അന്യനാടുകളായിരിക്കുന്നവരെ എല്ലാവരും മേലും ചൊരിയണമേ. വിദേശത്ത് പോകാൻ ഒരുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. തടസ്സമാറ്റേ, ബന്ധന വഴിയട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവ് കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ എല്ലാ മക്കളും ശ്രമിക്കുന്നു. ഈശോയെ കൈകളിലാണ് നിൽച്ചത്, ഈശോയുടെ കാലുകളാണ് നിൽച്ചത്, മുൾകളെ ധരിപ്പിച്ചത്, ചാട്ടുവാറാണ് നിൽച്ചത്, അവനെ ക്രൂശിക്കാന്ന് പറഞ്ഞത് എല്ലാം തള്ളിപ്പറഞ്ഞു. എല്ലാവരും ഈശോപേക്ഷമായി തനിക്കെതിരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ശുഭത്താപിതാവ് പ്രാർത്ഥിക്കുന്ന പിതാവേ അവരെ ക്ഷമിക്കണമേ, എല്ലാം പൊറുക്കണമേ. പത്രോസിയുടെ 70 പ്രാവശ്യം ക്ഷമിക്കായി സഹോദരനെ ക്ഷമിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, വർഷങ്ങളോളം ഏസാവിനെ പറ്റിച്ച യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ നാട്ടിൽ 42 വർഷമാണ് ജോലി ചെയ്തത്. എത്ര വട്ടം ഏസാവിനെ പറ്റിച്ചു? അതിനേക്കാൾ 10 മടങ്ങ് യാക്കോബിനെ ദൈവം മറ്റുള്ള വ്യക്തികൾ വഴി പറ്റിക്കുന്നുണ്ട്. ആരെ പറ്റിക്കാതിരിക്കുക, ആരെ ചതിക്കാതിരിക്കുക, എല്ലാവരും ക്ഷമിക്കുക, പൊറുക്കുക. ക്ഷമിക്കാൻ പൊറുത്താൽ ദൈവാനുഗ്രഹം ലഭിക്കും. അതുകൊണ്ടല്ലേ സഹോദരനെ അടുക്കൽ എന്നെ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പലവട്ടം പറയുമ്പോൾ ക്ഷമിക്കാൻ പറ്റില്ലേ? അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ആശീർവാദം സ്വീകരിക്കാം. എല്ലാ മക്കളെയും കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. ശിവരാധന, ശിവേനന്ദി. ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോയെ. എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയ ഈശോയെ, അഭിഷേകം നൽകിയ ഈശോയെ. ഹല്ലേലൂയ. നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ട്. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ട്. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ട്. പ്രസിദ്ധീകരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനെ, മേരിതൻ വിരക്ത കാന്തനെ, തൃക്കുടുംബനാഥനെ മുതാ
തൃക്കഴൽ വണങ്ങി വാഴ്ത്തിടാം.